എല്ലാവർക്കും നമസ്കാരം. മഴക്കാലത്ത് ഒരു ആൺതവള തൻ്റെ സുഹൃത്തായ കൂട്ടുകാരിയെ കാണാനായിട്ട് പോവുകയാണ്. കൂട്ടുകാരി കണ്ട് സംസാരിച്ച് കിന്നാരമൊക്കെ പറഞ്ഞ് അങ്ങനെ തിരിച്ചു മടങ്ങുന്ന സമയത്ത് അറിയാതെ ഒരു കെണിയിൽ പെട്ടുപോവുകയാണ്. താൻ ചാടിയ ചാട്ടത്തിൻ്റെ ആഴത്തിൽ നിന്ന് തൊട്ടപ്പുറത്തുള്ള പാൽപാത്രത്തിലേക്കാണ് ഈ ആൺതവള വീണത്. വീണ് കഴിഞ്ഞപ്പോൾ ഒന്ന് ചാടി നോക്കി, നീന്തി നോക്കി, ഒന്ന് എഴഞ്ഞു നോക്കി, കൈയും കാലും ഇട്ട് അടിച്ചു നോക്കി. എന്ത് തന്നെ ചെയ്തിട്ടും ആ പാൽപാത്രത്തിൽ നിന്ന് രക്ഷ നേടാൻ ആ ആൺതവളയ്ക്ക് സാധിച്ചില്ല. അവസാനം ആ ആൺതവളയ്ക്ക് മനസ്സിലായി ഇതിൽ തന്നെ കിടക്കുകയാണെങ്കിൽ തൻ്റെ മരണം ഉറപ്പാണ് എന്ന്. അനങ്ങാതെ ഒരു ഇത്തിരി നേരം അനങ്ങാതെ ആ ആൺതവള അവിടെ അങ്ങനെ കിടക്കുകയാണ്. പാലിൽ ആ പാലിൽ കിടക്കുന്ന സമയത്ത് പാൽ കട്ട പിടിക്കുകയും പാൽ പാടയാവുകയും ചെയ്യുന്ന സമയത്ത് ആ പാൽപ്പാടയിലേക്ക് മെല്ലെ ഒന്ന് ചാടി നോക്കി അവിടെ നിന്ന് പുറത്തോട്ടും ഒറ്റച്ചാട്ടത്തിന് പുറത്തോട്ട് രക്ഷപ്പെടുകയാണ് ചെയ്തത്. തൻ്റെ ജീവിതം അവസാനിച്ചു എന്ന ഇടത്ത് നിന്ന് മറ്റൊരു പുറം തേടി മാറുകയാണ് ചെയ്തത്. അല്ലാതെ അവിടെ തന്നെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് അയ്യോ എനിക്കൊരു സാധ്യതയില്ലല്ലോ എന്ന് ചിന്തിക്കുകയല്ല ആ തവള ചെയ്തത്. എനിക്കിനിയും ജീവിക്കണം, രക്ഷപ്പെടണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് തന്നെയാണ് പുറത്തോട്ട് കിടക്കാൻ ആ തവളയ്ക്ക് സാധിച്ചത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ജീവിതത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ലോകത്തിലും ജീവിതത്തിലൊന്നും ആരുമില്ല. പക്ഷേ അതിൽ അകപ്പെടുകയല്ല, അതിൽ നിന്ന് പുറത്ത് കിടക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം. എത്രയോ ആത്മഹത്യകളാണ് ദിനം പ്രതി നമ്മൾ കണ്ടുവരുന്നത്. പരീക്ഷയിൽ ജയിക്കാത്തത് കൊണ്ട്, നല്ലൊരു ജോലി ലഭിക്കാത്തത് കൊണ്ട്, കാമുകൻ ചതിച്ചതുകൊണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ആത്മഹത്യകൾ നമ്മൾ കണ്ടുവരുന്നു. എല്ലാത്തിനും ഒരു മറുപുറമുണ്ടെന്ന് എന്തേ നിങ്ങൾ ചിന്തിക്കാത്തതെന്ന് ആലോചിക്കുകയാണ്. എല്ലാത്തിനും ഒരു മറുപുറമുണ്ട്. ഇതല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ നമ്മൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇതിലെ ഒന്നല്ലെങ്കിൽ മറ്റൊരു ജോലി, ഒരു കാമുകനല്ലെങ്കിൽ മറ്റൊരു തരത്തിലൊരു ജോലിയോ മറ്റേതെങ്കിലും കാര്യങ്ങളോ ഉണ്ടാവാം. അല്ലെങ്കിൽ ഒരു വിവാഹം നടക്കാതിരിക്കുകയാണെങ്കിൽ അത് മറ്റൊരു വിവാഹത്തിലൂടെ നടക്കാം, അല്ലെ? എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും മാർഗങ്ങൾ നമ്മുടെ മുന്നിൽ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ഇതൊന്നും കാണാൻ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് സമയമില്ല, നമ്മൾ ചിന്തിക്കുന്നില്ല, മറുപുറത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് പോലുമില്ല. ദയവ് ചെയ്ത് ആലോചിക്കുക. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അപ്പുറത്ത് ഒരു മറുപുറമുണ്ട്. അതിലോട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള ഒരുപാട് തുമ്പുകളുണ്ട്. ഒരു തുമ്പെങ്കിലും കണ്ടെത്താതെ നമ്മൾ ഒരിക്കലും പോവില്ല. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. നല്ല രീതിയിൽ ചിന്തിക്കൂ. ജീവിതം നമ്മോടൊപ്പം തന്നെയുണ്ട്. ആസ്വദിക്കൂ, സന്തോഷിക്കൂ.